പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് നമ്മളെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അങ്ങനെ ആഭ്യന്തര വകുപ്പ് വി.ആർ. കൃഷ്ണയ്യരെ ഏൽപ്പിച്ചു. പിന്നെ വിമോചന സമരമൊക്കെ തുടങ്ങുന്ന സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണയ്യരിൽ നിന്ന് അതെടുത്തിട്ട് സി. അച്യുതമേനോനെ ഏൽപ്പിച്ചു. അച്യുതമേനോൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ അങ്കമാലി വെടിവെപ്പൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ചോരക്കൊതിയ ചേലാട നിന്നെ പിന്നെ കണ്ടോളാം എന്നുള്ള മുദ്രാവാക്യം ഉണ്ടായത്. 1960 പട്ടത്തിൻ്റെയും പിന്നീട് ആർ ശങ്കറിൻ്റെയും മന്ത്രിസഭകളിൽ കരുത്തനായ പി ടി ചാക്കോ വരുന്നു ആഭ്യന്തരമന്ത്രി. കേരളം കണ്ട ഏറ്റവും ഗംഭീരനായ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോ ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അന്ന് നമ്മളൊന്നുമില്ല. അത് പിന്നീട് നമ്മൾ കാണുന്ന ഒരു നല്ല ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അത് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ. ഞാൻ പറയാൻ വന്നത് പിന്നെയും അതൊക്കെ തന്നെയാണ് തുടർന്നിരുന്നത്. EMS അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ ആദ്യം CH മുഹമ്മദ് കോയ ആയിരുന്നു, പിന്നീട് കെ കരുണാകരനായിരുന്നു. അതിനുശേഷം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ KM മാണിയായിരുന്നു. KM മാണി രാജിവെച്ച് ഇലക്ഷൻ കേസ് തോറ്റ് രാജിവെച്ചപ്പോൾ P. ജോസഫായിരുന്നു. പിന്നീട് 1980 നായനാരുടെ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈയാളിയത് TK രാമകൃഷ്ണനായിരുന്നു. രാമകൃഷ്ണൻ വളരെ പരമപരാജയമായിരുന്നു ആഭ്യന്തരമന്ത്രി. അത് മന്ത്രിസഭയുടെ തന്നെ പ്രതിച്ഛായ ബാധിച്ചു. മന്ത്രിസഭ രാജിവെക്കാനുണ്ടായ കാരണങ്ങൾ ഈ പോലീസ് വകുപ്പിൻ്റെ പോലീസിൻ്റെയും ഒക്കെ കെടുകാര്യസ്ഥയും കയ്യാങ്കളിയുമായിരുന്നു. ക്രമസമാധാന തകർച്ചയായിരുന്നു. 1982 കരുണാകരൻ വന്നപ്പോൾ അദ്ദേഹം തന്നെ ഭരിച്ചുകളയെന്ന് വിചാരിച്ചില്ല. ആഭ്യന്തര വകുപ്പ് വയലാർ രവി കൊടുത്തു.